കുറച്ച് ഇഡലി തിന്നാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്, ഭക്ഷണത്തിനൊപ്പം വെള്ളം കുടിക്കരുതെന്നാണ് പറയുന്നത്. എന്നാൽ ആദ്യം ഈ വെള്ളം നമുക്കങ്ങ് മാറ്റി വെച്ചേക്കാം. ഓക്കെ, പിന്നെ ഇഡലി തിന്നാമോ എന്ന് ചോദിച്ചാൽ ഇഡലിക്കകത്ത് കൂടുതലും വെള്ളമാണ്, എന്നാലും പിന്നെ സാരമില്ല. ഓക്കെ. അയ്യോ, ഞാൻ ശാലം ചമ്മന്തി ഒഴിച്ചു പോയി, കുഴപ്പമുണ്ടോ? ചമ്മന്തിക്കകത്തും വെള്ളമാണല്ലോ. അയ്യോ, ഇനി എന്നെ ചെയ്യും? വെള്ളം ഒഴിവാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. പലരും പറയുന്നത് കേൾക്കാം, ഭക്ഷണത്തിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിഞ്ഞിട്ടേ അരമണിക്കൂർ കഴിഞ്ഞിട്ടേ വെള്ളം കുടിക്കാവുള്ളൂ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഇഡലിക്കകത്ത് ചമ്മന്തി ഒഴിച്ചു, പണിവാളിയോ, അവിടെ തന്നെ വെള്ളം കയറി, പിന്നെ നമ്മൾ ഇച്ചിരി സ്വപ്പം പഴങ്കഞ്ഞി കുടിക്കാൻ പറ്റുമോ? ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. പിന്നെ ഇവർ പറയുന്നത് ദഹനരസം നേർപ്പിക്കുക അതായതാന്നൊക്കെ പറയുന്നത്. അതൊന്നും ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പറയാം, നമുക്ക് ദാഹിക്കുമ്പം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ കണ്ടുകൊണ്ട് ഭക്ഷണത്തിനൊപ്പം വെള്ളം കുടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ നടപടിയില്ല. കാരണം നമ്മളിപ്പോൾ പൊറോട്ട കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് വെള്ളം ഒഴിക്കാൻ പറ്റുമോ? ഒന്നും ഒഴിക്കാൻ പറ്റുമല്ലോ, കാരണം അതും വെള്ളമല്ലേ. ഉണങ്ങിയ സാധനം തിന്നിട്ട് വെള്ളം കുടിക്കാതെ കോഴി അവിടെ നിന്ന പോലെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഇവർ ഈ പറയുന്നത്. ദഹനരസത്തെ നേർപ്പിക്കും എന്നൊക്കെ പറയുന്നത്. അങ്ങനെ യാതൊരു പഠന റിപ്പോർട്ടും ഇല്ല സുഹൃത്തുക്കളെ. അയ്യോ, ഇഡലിയുടെ കൂടത്തില്ലേ അപ്പം ചായ. അയ്യോ, അപ്പം ചായ എങ്ങനെ കുടിക്കും? ഈ പറഞ്ഞ പോലെ പൊറോട്ട തിന്നുമ്പോഴും ചായ കുടിക്കാൻ പറ്റുമല്ലോ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഭക്ഷണത്തിനൊപ്പം വെള്ളം കുടിക്കുകയാണെങ്കിൽ ഈ സാധനം ഇറങ്ങിപ്പോകാൻ എളുപ്പമായിരിക്കും. പിന്നെ നമ്മളെ ദഹനത്തെ സഹായിക്കും. നിങ്ങൾ നല്ല ഭയങ്കര കട്ടിയായിട്ടുള്ള മണ്ണ്, അതായത് കിളയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവിടെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് നോക്കി, ഈസിയായിട്ട് താഴും. എന്ന് പറഞ്ഞ പോലെ ഈ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ വെള്ളം കഴിക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പറ്റുകയില്ല. ഫ്രൂട്ട്സിനകത്തൊക്കെ കൂടുതലും വെള്ളമാണ്. പ്രത്യേകിച്ച് നമ്മൾ തണ്ണിമത്തൻ, അതെങ്ങനെ വാട്ടർമെലൻ അതെങ്ങനെ കഴിക്കും? പിഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റുമോ? ചുമ്മാ ആൾക്കാർ തള്ളി വിടുന്നതാന്നേ. ഈ ദഹനം എളുപ്പമാക്കുമെന്ന് പറയുന്നത് ചുമ്മാതെയല്ല. കാരണം നമ്മളിത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് കറക്റ്റ് ആവുള്ളൂ. കാരണം ശരീരത്തിന് വെള്ളം ഇല്ലാതെ വരുമ്പം ശരീരം എന്ത് ചെയ്യും? വൻകുടലിൽ നിന്നും മറ്റുമൊക്കെ ഈ വെള്ളം ആഗിരണം ചെയ്യും. അങ്ങനെ ആഗിരണം ചെയ്ത് കഴിഞ്ഞാൽ മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ ഓഫ് ഇന്ത്യ ഉണ്ടാവും. മനസ്സിലായോ? അതുകൊണ്ട് വെള്ളം കുടിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അസുഖങ്ങൾ വരുമ്പോഴത്തേക്കും ദഹനം ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണല്ലോ. അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ കട്ടിയുള്ള ആഹാരം കഴിക്കില്ല, ദഹിക്കത്തില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ കഴിക്കുന്നത് ചൂട് കഞ്ഞി അല്ലേ, വെള്ളം കൂടി. അപ്പോൾ അവിടെ തന്നെ മനസ്സിലായില്ലേ, പെട്ടെന്ന് ദഹിക്കാനുള്ള ആഹാരത്തിൻ്റെ കൂട്ടത്തിൽ പെടുന്നതാണ് കഞ്ഞിന്ന്. അപ്പോൾ അവിടെ വെള്ളമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശരീരത്തിന് വെള്ളം ആവശ്യമായിട്ട് വരുമ്പോൾ ശരീരം കാണിക്കുന്ന ഒരു പ്രക്രിയയാണ് ഏത്? ഈ ദാഹം എന്ന് പറഞ്ഞാൽ. ദാഹിച്ചാൽ അതിനർത്ഥം നമ്മുടെ ശരീരം വെള്ളം ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം വെള്ളം കുടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കണ്ട അയ്യോ ഞാൻ 30 മിനിറ്റ് കഴിഞ്ഞോ ഞാൻ വെള്ളം കുടിക്കത്തുള്ളേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബലം പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. നിർജ്ജലീകരണം വരും, വേറെ കുഴപ്പങ്ങളൊക്കെ വരും. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും. പിന്നെ വേറെ കുഴപ്പമുണ്ട്. വെള്ളം കുടിക്കലെന്ന് പറഞ്ഞതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം അല്ല 2 ഗ്ലാസ് വെള്ളം ഈ ഭക്ഷണത്തിനൊപ്പം കഴിച്ച് കഴിഞ്ഞാൽ വയറ് നിറഞ്ഞു പോകും. നമുക്ക് അധികം ആഹാരം കഴിക്കാൻ പറ്റുകയില്ല. അത് മാത്രമേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് ലോജിക്കലി പ്രശ്നമായിട്ടുള്ളൂ. ഇതെല്ലാം പോട്ടെ, എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചോറും കറിയെങ്കിലും കഴിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെ കഴിക്കും. സാമ്പാർ ഒഴിക്കാൻ പറ്റുമോ? പുളിശ്ശേരി ഒഴിക്കാൻ പറ്റുമോ? ഒരു കറി അതിനകത്ത് ഒഴിക്കാൻ പറ്റുമോ? അതിനകത്തെല്ലാം വെള്ളമാണ്. ചോറിനകത്ത് തന്നെ കൂടുതലും വെള്ളമാണ്. ശരിയല്ലേ? വെള്ളത്തിലിട്ട് വേച്ച് ചെയ്യുമ്പോഴാണ് ഈ സാധനം വീർക്കത് വരുന്നത്. ഇപ്പോൾ ഇഡലിയുടെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്തും കൂടുതലും വെള്ളമാണ്. കൂടുതലും അല്ല, വെള്ളമാണ് അല്ലേ? അപ്പോൾ വെള്ളം ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വലിയ ഉണക്ക മറ്റേ ബ്രെഡോ റസ്ക് ഒക്കെ തിന്നണം. റസ്കൊക്കെ തിന്നിട്ട് 30 മിനിറ്റ് മുമ്പ് വെള്ളം കുടിക്കണം കേട്ടോ. റസ്ക് തിന്നണം. ഒരു വെള്ളം കുടിക്കാതെ ഇങ്ങനെ ഇരിക്കണം. എത്ര നേരം വെള്ളം കുടിക്കാതിരിക്കും? പൊറോട്ട പച്ചക്ക് തിന്നണം, എന്നിട്ട് വെള്ളം കുടിക്കാതിരുന്ന് നോക്കി. കുറച്ച് കഴിയുമ്പോൾ ദാഹിക്കും. അപ്പം പറയും അയ്യോ ശരീരമേ വെള്ളം ഞാനിപ്പോൾ തരത്തില്ല, 30 മിനിറ്റ് കഴിച്ചേ തരത്തുള്ളൂ എന്ന് പറയണം.
നടക്കുമോ? ഈ പൊറോട്ടയാണല്ലോ നമ്മൾ പറയാറില്ലേ ഈ പണ്ടാരം ദഹിക്കുന്നുമില്ലെന്ന്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത്, നമ്മൾ ചായ അല്ലെങ്കിൽ വെള്ളം എടുത്ത് കുടിക്കും. അപ്പോൾ ഈ ഭക്ഷണം മൃദുവാകും അല്ലേ? മുമ്പാ പറഞ്ഞ മണ്ണിൻ്റെ കാര്യം പറഞ്ഞ പോലെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും സാധനം മൃദുവാകും. മൃദുവായി കഴിയുമ്പോഴേ ദഹിക്കത്തുള്ളൂ. ദഹനരസത്തെ നേർപ്പിക്കുമെന്നും പറഞ്ഞതിൻ്റെ ഒരു പഠന റിപ്പോർട്ടും ഇല്ല. അതേസമയം അങ്ങനെ നേർപ്പിക്കത്തില്ല എന്നും പറഞ്ഞുള്ള പഠന റിപ്പോർട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ചവയ്ക്കുമ്പോൾ ഒച്ച കേട്ടെന്ന് വല്ലതും പറയുമോ? ആക്കെ ഒച്ചയൊക്കെ കേൾക്കും. അതൊന്നും പറഞ്ഞ കാര്യമൊന്നുമില്ല. പിന്നെ എന്നെ കൊണ്ട് അതൊന്നും പറ്റുന്നുമില്ല. ഒച്ച കേൾപ്പിക്കാതെ കഴിക്കുക. ഇങ്ങനെ ഇരിക്കും കയറി, ഒച്ച കേൾപ്പിക്കത്തില്ല. പിന്നെ അതിന് ഒച്ചയാട്ടം ഇഷ്ടമില്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തു ഓഫാക്കിയോ. അതിൽ കൂടുതൽ എനിക്ക് ഒച്ച കേൾപ്പിക്കാതിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ചാൽ കഴിക്കാം. സൗണ്ട് അങ്ങനെ കേൾപ്പിക്കാൻ നല്ല പറഞ്ഞു കുറച്ചൊക്കെ കേൾക്കും. അത് സ്വാഭാവികമാണ്. അപ്പോൾ വെള്ളം കുടിക്കുക. അയ്യോ, വെള്ളം കുടിക്കുന്ന ഒച്ച കേട്ടു, കുഴപ്പമുണ്ടോ?